നാളെ ഞാനൊരു ദിവസം കോളേജ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ മുതലുണ്ടായ നല്ലതാകാത്തന്ന് ചോദിച്ചു. അത് മോശമാണ് പറഞ്ഞ പോലെ എല്ലാവരും. നമ്മളൊരു പെണ്ണ് കാണാൻ പോയി, കണ്ടിങ്ങനെ ഇറങ്ങിയേക്കാൻ തന്നെ പറഞ്ഞു പറ്റ മോശമാണ്. എന്നാലും നിങ്ങൾ കെട്ടിച്ചെന്നാളി പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. മോശമാണെന്ന് പറഞ്ഞാൽ പിന്നെ സാധനം നമുക്ക് കിട്ടൂല. നമുക്ക് പൈസ ഉണ്ടാകാത്ത തന്നെയാണ് മോശമാണ് പറഞ്ഞിട്ട്. പൈസ മോശമെന്ന് ആരെ പറഞ്ഞു? പൈസ അല്ല മോശം, പൈസ കൈകാര്യം ചെയ്യണവൻ്റെ മനസ്സാണ് മോശം. പൈസ ഉണ്ടായ ഒരു കുഴപ്പമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുതലാളിയല്ലേ? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മുതലാളിയല്ലേ? ഗൗസുൽ ആദം മുതലാളിയല്ലേ? ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു മുതലാളിയല്ലേ? ബഹുമാനപ്പെട്ട മുതലാളിയല്ലേ? ടിപ്പു സുൽത്താൻ മുതലാളിയല്ലേ? ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീരി മുതലാളിയല്ലേ? മമ്പറന്നങ്ങൾ മുതലാളിയല്ലേ? എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളെ ചിന്ത കുഴപ്പമായതുകൊണ്ടാണ്. കുറച്ചൊക്കെ മുതലില്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടാന്ന് ആലോചിച്ചതുകൊണ്ടാണ് ഉള്ള പൈസയൊക്കെ ആശുപത്രി കൊടുക്കേണ്ടി വന്നത്. നമ്മൾ പൈസ ഉണ്ടാക്കണതന്നെ ആശുപത്രി കൊടുക്കാനാണ്, പിന്നെ കൊടുക്കേണ്ടി വരുമല്ലോ, ഉറപ്പല്ലേ? സ്വതക്ക് കൊടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കിയ ഒരു കുഴപ്പവും വരില്ല. ഹദിയ കൊടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കിയ ഒരു കുഴപ്പവും വരില്ല. ബഡ്ജറ്റ് കണക്കാക്കുമ്പോൾ അതിൽ സ്വതക്കക്ക് ബഡ്ജറ്റ് ഇടുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. വെറുതെ കൊടുക്കാനുള്ള ബഡ്ജറ്റ് നമ്മൾ തീരെ ഇടൂല, അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ചിന്തകളാണ് പ്രശ്നം. അപ്പൊ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു. ചില വിഷയങ്ങൾക്ക് നബി തങ്ങൾ അംഗീകാരം തന്നതാണ്. ഉദാഹരണമായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പാട്ട് പാടിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പാടിയിട്ടല്ല, ഒറ്റ പാട്ടും പാടിയിട്ടില്ല. ചില പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ചില പാട്ടൊക്കെ നല്ല പാട്ടാണ് എന്ന് പറഞ്ഞു. ഒരിക്കലൊരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ സ്വർഗത്തിൽ പാട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു നബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫിൽ ജന്നതി സമാഉൻ യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുസ് സമാഅ. അല്ലാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിൽ പാട്ടുണ്ടോ? എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, നഅം ഫിൽ ജന്നതി സമാ, അതേ സ്വർഗത്തിൽ പാട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹാബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിലെ പാട്ട് എങ്ങനെയായിരിക്കും നബിയേ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോ സ്വർഗത്തിൽ മാത്രമായി അടിച്ചു വീശുന്ന ഒരു പ്രത്യേകമായ കാറ്റുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കാറ്റിനെ വിളിക്കുന്നതും ഒരു പാട്ട് പാടാൻ പറയുന്ന സന്ദർഭത്തിൽ ഖസബ് എന്ന് പേരായ ഒരു മുളങ്കാട് സ്വർഗത്തിലുണ്ട്. ആ മുളങ്കാട്ടിലേക്ക് ആ കാറ്റ് പ്രവേശിച്ചുകൊണ്ട് മനോഹരമായ ഒരു പാട്ട് ഉണ്ടാക്കുന്നതും ആ പാട്ട് കേട്ടുകൊണ്ട് സ്വർഗത്തിലെ മറ്റു മരങ്ങൾ പ്രകാശിക്കുന്നതുമാണ്. ആ സഹാബി വര്യൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിൽ ഉണ്ടാവോ? ഈ ഒരു പാട്ട് തന്നെ ഉള്ളൂ, അതഞ്ഞ് വേറെ പാട്ടുണ്ടോ ചോദിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബ, സ്വർഗത്തിൽ വേറെയും പാട്ടുണ്ട്. ടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടുപാടാൻ തോഴികൾ വരവുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട്. അപ്പാ സഹാബി ചോദിച്ചു, സ്വർഗത്തിൽ ഇനി വേറെ പാട്ടുണ്ടാവുമോ? മൂപ്പര് വിടൂല. മൂപ്പര് വിടാൻ തീരുമാനിച്ചിട്ടില്ല. മൂപ്പർക്ക് സ്വർഗത്തിൽ എത്ര പാട്ടുണ്ട് എന്നൊക്കെ അറിയണം, അതാണ് ആവശ്യം. വേറെ പാട്ടുണ്ടാവുമെന്ന് ചോദിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ വേറെയും പാട്ടുണ്ട്, വേറെയും പാട്ടുണ്ട്. സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കാൻ തോന്നുമ്പോ
അള്ളാഹു സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാമിനെ വിളിക്കുന്നതാണ്. അള്ളാഹു ശബ്ദം മുഅ്ജിസത്തായി നൽകിയ പ്രവാചകനാണ് സയ്യിദുനാ ദാവൂദ്. ഓരോ നബിമാർക്കും അതാത് കാലഘട്ടത്തോട് യോജിക്കുന്ന മുഅ്ജിസത്തുകൾ അള്ളാഹു നൽകി. ശൈത്താൻ വാദ്യോപകരണങ്ങൾ കൊണ്ടുവന്നത് ദാവൂദ് നബിയുടെ കാലത്താണ്. അതുകൊണ്ട് എല്ലാ വാദ്യോപകരണങ്ങളെയും അതിജയിക്കുന്ന മാസ്മരിക ശക്തിയുള്ള ശബ്ദമായിരുന്നു യിരുന്നു. അത്രയും ദാവൂദ് പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരാൻ വേണ്ടി മലക്കുകളോട് പറയും. മലക്കുകൾ പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരും. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ അതിൽ കയറ്റി നിർത്തും. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ പറയും. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان. മനോഹരമായി പാരായണം ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ട് സ്വർഗമാകമാനം ഇങ്ങനെ ഇളകി മറിയുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പൊ പാട്ട് നബി പാടിയിട്ടില്ല, പാട്ടിന് അംഗീകാരം തന്നിട്ടുള്ളൂ. പാട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നല്ല പാട്ട് ഇന്നതാണ്, ആകാത്ത പാട്ട് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടില്ല. കുടുംബജീവിതം അങ്ങനല്ല, കുടുംബജീവിതം ചെയ്ത് കാണിച്ചെന്നാണ്. പറഞ്ഞു തന്നതുണ്ട്, അംഗീകാരം നൽകിയതുണ്ട്, ചെയ്ത് കാണിച്ചെന്നുണ്ട്. കുടുംബജീവിതം ചെയ്ത് കാണിച്ചെന്ന അമലാണ്. അതുകൊണ്ട് അങ്ങനെ പറ്റൂല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നടക്കൂല എന്നൊന്നും പറയാൻ പറ്റൂല. ചെയ്തം കാണിച്ചു തന്നിട്ട് പോയി. അതാണ് കുടുംബജീവിതത്തിന്റെ പ്രത്യേകത. ഒരുപാട് പഠിക്കാനുള്ളൊരു വിഷയമാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാല്. കുടുംബം എന്നതിന് അറബിയിൽ പറയാ അഹ്ലി എന്നാണ്. അഹ്ലി. ഗൾഫേരോട് എന്തൊക്കെയോ കുടുംബത്തിന്റെ ഒക്കെ വർത്താനം എന്ന് ചോദിച്ചാൽ ഫാമിലിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയും. ഫാമിലി ഇവിടെ ഉണ്ട് അറിയും, വളരെ സുഖമാണ് അറിയും. അപ്പം അന്വേഷിച്ച് നോക്കുമ്പോൾ 20 വലുപ്പമുള്ള ഒരു റൂമിൽ ഭാര്യയും കുട്ടികളും ഓനും കൂടിയും പാർക്ക് ഉണ്ടാവും. അതാണ് കുടുംബമൊക്കെ ഇവിടെ ഉണ്ട്. കുടുംബത്തിൽ ഉമ്മാനപ്പെടുത്തണില്ല ആരും, കുടുംബത്തിൽ വാപ്പാനപ്പെടുത്തണില്ല. ഫാമിലി എന്ന് പറയുമ്പോൾ അഹ്ലി കുടുംബം എന്നത് ഫാമിലി എന്ന ഇംഗ്ലീഷിലേക്ക് മാറിയപ്പോൾ വാപ്പയും ഉമ്മയും പെടാതായി. അതാണ് സംഭവിച്ചത്. കുടുംബം എന്ന് പറഞ്ഞാൽ വാപ്പുണ്ട്, കുടുംബം എന്ന് പറഞ്ഞാൽ ഉമ്മ ഉണ്ട്, പലരും ഉണ്ട്. ഖുർആൻ പരിചയപ്പെടുത്തിയ കുടുംബം അതൊന്നല്ല, വേറൊരു കുടുംബമാണ്. ഖുർആനിലൊരു കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്, അഹ്ല്. ഖുർആനിലെ കുടുംബത്തെ കുറിച്ച് പറയണത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘമായ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. സൂറത്ത് ഹൂദിൽ ആ കഥ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും മകന്റെയും കഥയാണത്. 950 വർഷം ദീന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ദീനിലേക്ക് ആരും വരാതെയായപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന് ടെൻഷനായി. നൂഹ് നബി ദുആ ചെയ്തു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹുവേ, കാഫിരീങ്ങളിൽ നിന്ന് ആരെയും നീ ഈ ദുനിയാവിൽ ഉപേക്ഷിക്കരുത് റബ്ബേ. നിങ്ങളുടെ ദുആ ഞാൻ കബൂലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു കപ്പലുണ്ടാക്കുക. നൂഹ് നബി അലൈഹിസ്സലാം ചരിത്രത്തിൽ ആദ്യമായി കപ്പലുണ്ടാക്കി. തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന. തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധനാ. ചരിത്രത്തിൽ ആദ്യമായി മരപ്പണി ചെയ്ത ആള് നൂഹ് നബിയാണ് അലൈഹിസ്സലാം. ചരിത്രത്തിൽ അറിയപ്പെടുന്ന കർഷകൻ സക്കരിയ നബിയാണ്.
ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇരുമ്പ് പണിക്കാരൻ ദാവൂദ് നബി അലൈഹിസ്സലാമാണ്. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ കഴിഞ്ഞില്ലേ, രാജ്യം ഭരിച്ചവരാ സുലൈമാനുൻ നബി. യാ സാഹിബി, അമ്പിയാക്കളിൽ മാതൃകയില്ലാത്ത ഒന്നുമില്ല. എല്ലാ വിഷയത്തിലും അമ്പിയാക്കളിൽ മാതൃകയുണ്ട്. ആദ്യമായി വസ്ത്രമുണ്ടാക്കിയത്, ആദ്യമായി നൂൽ ഉണ്ടാക്കിയത് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആദ്യമായി വസ്ത്രമുണ്ടാക്കിയത് സയ്യിദുനാ ആദം അലൈഹിസ്സലാം ആകുന്നു. നൂൽ നൂറ്റതും മുന ഹവ്വയാണ് ആദ്യമായി, അതുകൊണ്ട് വസ്ത്രം നെയ്തതും നബി ആദമായി. പക്ഷെ ടൈലർക്ക് ഇത് ആദം നബിനോടുള്ള ഇത്തിബാ ആണെന്ന് തോന്നിയില്ല എന്നുള്ളതാണ് ടൈലറിങ്ങിന്റെ പരാജയം. ഡ്രൈവർക്ക് ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് തോന്നിയില്ല എന്നുള്ളതാണ് ഡ്രൈവറുടെ പരാജയം. അതുകൊണ്ടാണ് അഹങ്കാരം കാണിക്കുന്നതിന്റെ കാരണം. ചരിത്രത്തിൽ ഏറ്റവും അഹങ്കാരം കാണിക്കുന്നവർ ഡ്രൈവർമാരാണ്. ഏറ്റവും വിനയം വേണ്ടത് അവർക്കായിരുന്നു. കാരണം അവര് കുറെ മനുഷ്യന്മാരെ ജീവനും കൈ പിടിച്ചിട്ടാണ് പോണത്. എന്തുകൊണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യണതെന്ന് അവന് തോന്നിയില്ല, സുന്നത്താണെന്ന് തോന്നിയില്ല. അതാണ് പ്രശ്നം. കുടുംബജീവിതം നബി തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ടതാണ്. ലോക ചരിത്രത്തിൽ വന്ന 1,24,000 അമ്പിയാക്കളിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ മാത്രമാണ് തർക്കമുള്ളത്. ബാക്കിയുള്ള എല്ലാ അമ്പിയാക്കളും കല്യാണം കഴിച്ച് ജീവിച്ചിട്ടുണ്ട്. ഈസാ നബി അവസാനം ഇറങ്ങി വരുമെന്നും മഹാനവറുകൾ വിവാഹം കഴിക്കുമെന്നും മക്കളുണ്ടാകുമെന്നും മരണപ്പെട്ട് റൗള ഷരീഫിൽ മറമാടുമെന്നും അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. അതോടുകൂടെ ലോകത്ത് വന്ന 1,24,000 അമ്പിയാക്കളിൽ എല്ലാ നബിമാരും കല്യാണം കഴിച്ചവരായി മാറുന്നു. അമ്പിയാക്കളുടെ ചര്യയാണ് കല്യാണം എന്ന് പറഞ്ഞത്. അമ്പിയാക്കളുടെ ചര്യക്ക് പോവുകയാണ് എന്നുള്ള നിലയിൽ നമ്മൾ കല്യാണത്തിന് പോലില്ല. ചെന്നില്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്താ തോന്നുകയെന്ന് കരുതിയിട്ട് മാത്രമേ പോവുള്ളൂ. അബ്ദുറഹ്മാൻ അല്ലല്ലോ അല്ലാഹു തആല. അതന്നെ പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണെന്ന് കരുതിയിട്ട് പോണില്ല. നബി തങ്ങളുടെ സുന്നത്താണെന്ന് കരുതിയിട്ട് പോണില്ല. നാളെ ദിവസം ഞാനിങ്ങനെ കുടുംബ പരിപാടിയിൽ ചെറുപ്പക്കാർ മാത്രമുള്ള ഒരു സദസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ അവരോട് ചോദിച്ചു, എല്ലാവരും പെണ്ണെട്ടിയതാണോ എന്ന് ചോദിച്ചു. എല്ലാവരും പെണ്ണെട്ടിയാന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും കയ്യൊന്നിച്ചു ആന്ന് പറഞ്ഞു. പെണ്ണെട്ടിയപ്പോൾ നെയ്യത്ത് വെച്ചവരൊക്കെ ഒന്ന് കയ്യൊന്നിച്ചാണ് പറഞ്ഞു. അപ്പോൾ ആർക്കും പൊന്തിക്കാൻ പറ്റിയില്ല. ഇവിടെ ഇപ്പം ഞാൻ എല്ലാവരോടും കൈ താത്താനാ പറയണത്, പൊന്തിക്കാൻ പറയണില്ല. കാരണം ചോദിച്ചാൽ ഞാൻ ചുയിപ്പാവും. കല്യാണം കഴിച്ചപ്പോൾ നിക്കാഹിൻ്റെ അന്ന് ആരൊക്കെ നെയ്യത്ത് വെച്ചതെന്ന് ചോദിച്ചാലേ ഞാൻ ചുയിപ്പാവും. നിങ്ങൾ കഴിച്ചില്ലാവും ചിലപ്പോൾ. ചോദിക്കണില്ല. അതുകൊണ്ട് സംഗതി ഇപ്പം നിക്കാഹും തൊലാഖും ശരിയാവാൻ നെയ്യത്ത് ആവശ്യമില്ല എന്നേ ഉള്ളൂ. കൂലിട്ടണമെങ്കിൽ ആവശ്യമുണ്ട്, നേരാവണമെങ്കിൽ ആവശ്യമുണ്ട്, കുട്ടികൾ നേരാണെങ്കിൽ അത് ആവശ്യമുണ്ട്, സ്വർഗത്തേക്ക് പോകണമെങ്കിൽ ആവശ്യമുണ്ട്, അതിനൊക്കെ അത് ആവശ്യമാണ്. സ്വഹീഹാവാൻ ആവശ്യമില്ല എന്ന് മുഅ്തമദായ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് നിക്കാഹ് എല്ലാവർക്കും ശരിയാണ്. ഞാൻ ഇനി ആരും ബേജാറായിട്ടിൻ്റെ ഒപ്പം കൂടണ്ട. കൂലിട്ടണമെങ്കിൽ വേണം. നെയ്യത്ത് വെച്ചിട്ടില്ല ആരും. അതന്നെ അത് കേടുന്നതിൻ്റെ കാരണം. ഇനിയിപ്പോൾ എന്താ ഉസ്താദെ കാട്ടുക? ഇപ്പം നെയ്യത്തൊക്കെ അന്നത്തെ ക്ലാസ് മുതലാവും. അതന്നെ ഇന്നത്തെ ക്ലാസ് മുതലായാൽ നിക്കാഹിൻ്റെ നെയ്യത്ത് ശരിയായാലാണ്. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താ ഇപ്പം നെയ്യത്ത് വെക്കുക എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ വീട്ടാൻ വേണ്ടി ഞാൻ കല്യാണം കഴിക്കുന്നു തന്നെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ വീട്ടാനാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് നെയ്യത്ത് വെച്ചാൽ പിന്നെ അതിൻ്റെ എല്ലാ കാര്യവും ക്ലിയറാവും. കല്യാണം എന്ന് പറഞ്ഞ സംഗതി സ്വർഗത്തുനിന്ന് ആദം വല്ലിപ്പ തുടങ്ങിയതാ. ആദ്യത്തെ പുതിയാപ്പള ആദം നബിയാണ്. ആദ്യത്തെ മണവാട്ടി ഹവ്വാ ബീവിയാണ്. സ്വർഗത്തുനിന്നാണ് തുടങ്ങിയത്.
നോക്കാൻ ഞമ്മക്ക് നിർവാഹമില്ലാതെ 50,000 തെറ്റും ചെയ്തുകൊണ്ട് അള്ളഹാനോട് സോറി എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? ഞമ്മക്ക് ആദ്യം പറ്റണ്ടേ? മഗ്ഫിറത്ത് നമ്മുടെ ജീവിതത്തിൽ വേണമല്ലോ, എന്നാലല്ലേ അള്ളാഹു തആല പുറത്തിരുള്ളൂ. നടക്കണില്ല. ഇതൊന്നും നമ്മളെ സ്വഭാവമായി വരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ്? അപ്പൊ സ്വർഗത്തിന് ആദം നബി തുടങ്ങിയതാണ് ആദ്യത്തെ കല്യാണം അലൈഹിസ്സലാം. ഹവ്വാ ബീവിയാണ് ആദ്യത്തെ പുതിയണ്ണ. മനുഷ്യകുലത്തോളം പാരമ്പര്യമുള്ളൊരു കാര്യമാണത്. വല്ലിപ്പയും വല്യമ്മയും രണ്ടാളും 2 കട്ടിലുമേ കിടക്കണത്, 2 റൂമിലാ കിടക്കണത്, 2 പുതപ്പിലാ കിടക്കണത്, 2 വിരിപ്പിലാ കിടക്കണത്, 2 പാത്രത്തിലാ ഭക്ഷണം കഴിക്കണത്, 2 ഇരിക്കണത്. എന്തേന്ന് ചോദിച്ചു. പേരക്കുട്ടിയൊക്കെ എന്താ തോന്നാന്നാ? ഏത് പേരക്കുട്ടിക്കാപ്പം അറിയാത്തത്? വല്യമ്മാനെ വല്ലിപ്പ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ്. എല്ലാ പേരക്കുട്ടിക്കും അറിയും. ഖദീജ ബീവിനെയും നബിതങ്ങളെയും പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേ ഖദീജ ബീവിനെയും നബിതങ്ങളെ ആദ്യത്തെ ഭാര്യയാണ് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. നുബുവത്തിന്റെ ഭാര്യ. റമദാൻ മാസത്തിലാണ് ഹിറാ ഗുഹയിലേക്ക് പോയത്. 2 വർഷം 2 റമദാനിൽ ഓരോ മാസമാണ് ഹിറാ ഗുഹയിൽ, ജബലുൻ നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ നബി തങ്ങൾ ഇബാദത്ത് ചെയ്തത്. കച്ചവടത്തിന് അവിടേക്ക് പോണതിന്റെ മുമ്പ് ഒരിക്കൽ ഖദീജ ബീവിനോട് പറഞ്ഞു, ഖദീജ എനിക്കൊന്ന് ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യണമെന്നുണ്ട്, അതിന് പറ്റിയൊരു സ്ഥലം കിട്ടിയ തിരക്കുണ്ടായിരുന്നില്ല. അപ്പൊ ഖദീജ ബീവി പറഞ്ഞു, നബിയെന്ന് നമ്മൾ ബഹുമാനിച്ച് പറയാട്ടോ, അന്ന് നബി ആയിട്ടില്ല. നബിയെ നിങ്ങൾ പറ്റിയൊരു സ്ഥലം ഏതെങ്കിലും ഉണ്ടോ എന്ന് തെരഞ്ഞു നോക്കിയായിരുന്നു. അങ്ങനെ നബി തങ്ങൾ ഇങ്ങനെ മക്കത്ത് കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് അവസാനം ജബലുൻ നൂർ പർവ്വതത്തിന്റെ മേലെ കയറി താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ, ഹിറാ ഗുഹയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ കഅബ ഇങ്ങനെ കാണാണ്ട്. എന്നാ ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. ഖദീജ ബീവിനോട് പോയിട്ട് വിവരം പറഞ്ഞു, ഖദീജ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞു, ഞാനൊന്ന് പോയോട്ടെ. ഖദീജ ബീവി പോയി നോക്കി. അവൾക്ക് പെണ്ണുങ്ങളോട് ഒരു വിഷയത്തിലും അഭിപ്രായം ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അവള് പറഞ്ഞത് മാത്രമേ എടുക്കുള്ളൂ എന്ന് വരരുത് എന്നേ ഉള്ളൂ. അഭിപ്രായം ചോദിക്കും. ആരാ പറഞ്ഞു പെണ്ണുങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ പാടില്ല? അങ്ങനെ നബി തങ്ങൾ ചോദിക്കും. വഹി വന്ന സ്ഥലം ഖദീജ ബീവി തെരഞ്ഞെടുത്തു കൊടുത്തതാണ് റളിയല്ലാഹു അൻഹ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്ന സ്ഥലം ഖദീജ ബീവി തെരഞ്ഞെടുത്തു കൊടുത്തതാണ്. അങ്ങനെ ഖദീജ ബീവി പോയി നോക്കിയപ്പോ തരക്കടില്ല ഈ സ്ഥലം. അതൊക്കെ ആട്ടിപ്പയച്ചാണ്ട് അടിച്ചോരി വൃത്തിയാക്കി കൊടുത്തു.